ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിച്ചൺ ടവലാട്ടോ ആദ്യം കാണിക്കുന്നത്. ഈ കിച്ചൺ ടവലിന് നന്നായിട്ട് വെള്ളമൊക്കെ പിടിക്കും, നല്ലതായിട്ട് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്യും, കാണാനും നല്ല ക്യൂട്ടാണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള ഇതുപോലത്തെ കിച്ചൺ ടവൽസ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇത് കേട്ടോ, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഓൾ യു നീഡ് ഈസ് ലവ് ആൻഡ് എ ഡോഗ്. എനിക്കറിയത്തില്ല കേട്ടോ, എന്തായാലും സ്നേഹം വേണമെന്ന് എനിക്കറിയാം. പിന്നെ പട്ടിക്കുട്ടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആകാം, ഒരെണ്ണമൊക്കെ ഇരിക്കട്ടെ, നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വളർത്താമല്ലോ. പക്ഷെ അതുങ്ങളൊന്നും പട്ടിണിക്കിടാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള കിച്ചൺ ടവൽസ് ഉണ്ട്. പിന്നെ ഇത് പ്ലെയിൻ കളേഴ്സിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും പ്ലെയിൻ കളേഴ്സ് ഭയങ്കര ഇഷ്ടം, അപ്പൊ പ്ലെയിൻ കളേഴ്സും ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിലുള്ള നല്ല എംബ്രോയിഡറി ഉള്ള ബെഡ്ഷീറ്റ് ആട്ടോ. ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇത് തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇതിന് എംബ്രോയിഡറി, ഇതിനകത്ത് 9 പൂക്കളാണുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 9 പൂക്കളും ഉണ്ട്. നല്ല രസത്തിലുള്ള നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂൺ സൈസ് ആണ് കേട്ടോ. ഇനിയുള്ളത്, ഇപ്പൊ ഈ മഴക്കാലമല്ല, അപ്പൊ ശബ്ദം ഉണ്ടല്ലോ, അലറി വിളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ എത്ര രാവിലെ ആണെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞാൽ സംസാരം. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശബ്ദമൊന്നുമില്ല, അപ്പം വീഡിയോ ഇടയ്ക്കൊക്കെ നിന്ന് പോകുന്നുണ്ട് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി വയ്യാത്തതുകൊണ്ടാണ്, മീൻസ് ശബ്ദം അങ്ങ് വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ സ്വഭാവം എന്താന്ന് കേട്ടോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് മാത്രമേ ഇത് കാണിക്കാൻ പറ്റത്തുള്ളേ. ഇന്ന് പിള്ളേർക്കൊക്കെ ഇനി സ്കൂളൊക്കെ തുറന്നു, അപ്പൊ പിള്ളേർക്കൊക്കെ പുതിയ ബെഡ്ഷീറ്റ് വേണം. പിന്നെ ബെഡ്ഷീറ്റ് എന്തായാലും മഴയാകുമ്പോൾ ഉണങ്ങുന്നുമില്ല, അപ്പൊ എന്തായാലും പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചേ പറ്റൂ. പക്ഷെ പഴയ ബെഡ്ഷീറ്റ് വിരിക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ല ബെഡ്ഷീറ്റ് നന്നായിട്ട് ഉണങ്ങി നല്ല തേച്ചൊക്കെ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഒന്ന് തേച്ചൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ സിംഗിൾ ബെഡ്ഷീറ്റ് മാഗ്നിസ്കേപ്സിലുണ്ട്. സിംഗിൾ ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, എല്ലാം വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. സിംഗിൾ ബെഡ്ഷീറ്റിനും 2 പില്ലോ കവേഴ്സ്. എന്തിനാ ഈ സിംഗിൾ ബെഡ്ഷീറ്റിനും 2 പില്ലോ കവർ നിങ്ങൾ ചോദിക്കും. എന്തിനാന്നോ, ഒരെണ്ണം തലയെ വെക്കാൻ, ഒരെണ്ണം കാല് വെക്കാൻ. അതൊക്കെ ഒരു സുഖമുള്ള കാര്യമാട്ടോ. അതൊന്നും പിന്നെ സൈഡിൽ വീണു പോകാതിരിക്കാൻ അങ്ങനെ വെക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് ഇതാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഈ പ്രിന്റ് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിന്റെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വന്നപ്പം നമുക്ക് പല ആൾക്കാർക്കും അത് കൊടുക്കാൻ പറ്റാതെ, വീഡിയോയ്ക്ക് അതുപോലും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുപോലെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാകത്തില്ല കേട്ടോ, ഫാബ്രിക് എല്ലാം തീർന്നുപോയി. അപ്പൊ എന്തായാലും ഇതിന്റെ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല രസമായിട്ടല്ലേ, എന്ത് രസം, നല്ല ക്യൂട്ടാണ്. അതായത് നല്ല ക്യാറ്റ്, നല്ല ടെഡി ബെയർ, നല്ല മിറർ, നമ്മളെ തന്നെ നല്ല എന്താ പറയുന്നത്, നല്ല സ്ട്രോബെറി, നല്ല ഒരു ബോയ്, പിന്നെ നല്ല ഒരു താക്കോല്, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഇല്ല രാവിലെ ആയിട്ട് മിറർ നോക്കിയില്ലേ, നമ്മൾ നല്ല സുന്ദരിയാ, നമ്മൾ നല്ല മിടുക്കരാ, ഇന്ന് നമ്മൾ ഇത് തന്നെ ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്നവർക്കില്ലേ കൂടുതലായിട്ട് സന്തോഷം കിട്ടുന്നെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും എന്ത് ചെയ്ത് നോക്കണം കേട്ടോ, സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതും ഒരു സിംഗിൾ ബെഡ്ഷീറ്റാ, നല്ല ഒരു കളറ്, നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. സിംഗിൾ ബെഡ്ഷീറ്റിന് ചെറിയ പില്ലോ കവേഴ്സ് അല്ല, 17x27 ഇഞ്ചസ് ആണ് നോർമൽ പില്ലോ കവറിന്റെ സൈസ്. അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് എല്ലാം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള ഷീറ്റാണ്. ഇതിന്റെ പല കളേഴ്സ് ഈ ദിവസങ്ങളിൽ ഞാൻ കാണിച്ചിരുന്നു, പക്ഷെ എല്ലാം വ്യത്യാസമായിട്ട് ഇങ്ങനെ വിരിച്ചു കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആണ്. 100% കോട്ടൺ, 100% സോഫ്റ്റ് ആണ്, വളരെ ഭംഗിയാണ്, നല്ല രസമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ക്യൂൺ സൈസ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോസിനകത്ത് കാണുന്ന ഈ ബെഡ്ഷീറ്റിന്റെ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും, ലൈക്ക് കളേഴ്സ് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴല്ലേ ഈ ഡ്രസ്സ് ഇട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിക്കുക എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ എല്ലാ ഫോട്ടോസും തരുവേ. ചിലപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കളർ അവിടെ വരാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊരു ചന്ദന കളർ പോലത്തെ കളറാണ്. ഇതിന്റെ ഈ മേപ്പിൾ ലീഫിന്റെ കളർ പകുതി വിക്കി പോവാണ് കേട്ടോ, പകുതി പറയാൻ പറ്റുന്നില്ല. ഇത് നല്ലൊരു ലൈറ്റ് ക്രീം
ക്രീം ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. നല്ല രസമായിട്ടുള്ള 100% സോഫ്റ്റ്. അതാ ഇതിൻ്റെ കാര്യം. അത് തന്നെ 100% കോട്ടൺ. ഇതിനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചില ഷീറ്റിൽ കേട്ടോ. ഇനിയുള്ളത് നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റും കൂടെ ലൈറ്റ് വെയ്റ്റ് ഞാൻ കാണിക്കുവാണേ. ഒരു റെയർ ആയിട്ടുള്ള കളറാട്ടോ. ഈ റെയർ ആയിട്ടുള്ള കളർ എന്ന് വെച്ചാൽ എന്ത് രസമല്ലേ ഇതിങ്ങനെ കാണാനേ. നല്ല റെയർ കോമ്പിനേഷൻ, റെയർ ആയിട്ടുള്ള ഒരു കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. സോറി, ഇത് കിങ് സൈസ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിങ് സൈസ് ആയിട്ട് നല്ലൊരു കളറല്ലേ. നല്ലൊരു ഒണിയൻ കളറിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാട്ടോ. നല്ല രസമായിട്ട് നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ തോന്നും കേട്ടോ. ഇത് തന്നെ നമ്മൾ വിരിച്ചിട്ട് ഒരു കുഷ്യൻ കവറൊക്കെ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്താണ്. അപ്പോൾ നമ്മുടെ കടയുടെ ടൈമിങ്സ് ഉണ്ടല്ലോ, മൺഡേ ടു സാറ്റർഡേ രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെയാണ്. ഞായറാഴ്ച ദിവസം രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെയാണ്. അപ്പം നമുക്ക് ഇത്ര ഇവിടെ പിന്നെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാം, വെബ്സൈറ്റിൽ വാങ്ങിക്കാം, എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നോക്കണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.